നമ്മളിനി കാറ്റയോണിൻ്റെ അനാലിസിസിൽ സീറോ ഗ്രൂപ്പാണ് പരിചയപ്പെടാൻ പോകുന്നത്. അമോണിയ ഗ്രൂപ്പ്, NH4+ ഗ്രൂപ്പ്, സീറോ ഗ്രൂപ്പിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. നെസ്ലസ് റിയേജൻ്റ് ടെസ്റ്റ് നമുക്കറിയാം K2HgI4 എന്നാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. നെസ്ലസ് റിയേജൻ്റ് സോൾട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. നമുക്കൊന്ന് നോക്കാം അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. അപ്പം അമോണിയ കണ്ടെയ്ൻ ചെയ്യുന്ന അമോണിയം ക്ലോറൈഡ് സോൾട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അമോണിയത്തിൻ്റെ ഏത് സോൾട്ടായാലും മതി, സൾഫേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അമോണിയ കണ്ടെയ്ൻ ചെയ്യുന്ന സോൾട്ട് എടുക്കുന്നു. ആ സോൾട്ടിലേക്ക് നെസ്ലസ് റിയേജൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സീറോ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. നെസ്ലസ് റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള കളർ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇതാണ് ആ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. അപ്പം നെസ്ലസ് റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ആ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കാണിക്കുന്നത് സീറോ ഗ്രൂപ്പിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ്. നിങ്ങൾക്ക് ബ്രൗൺ കളറിനെ അവിടെ കാണാൻ പറ്റും. സോ ദിസ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് അമോണിയം ഗ്രൂപ്പ്, NH4+ ഗ്രൂപ്പ്. യഥാർത്ഥത്തിൽ നെസ്ലസ് റിയേജൻ്റിനേക്കാൾ ഇഫക്റ്റീവായി നമുക്ക് അമോണിയ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കലികൾ, സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ഒക്കെ സോൾട്ടിലേക്ക് ആഡ് ചെയ്താൽ, അമോണിയ കണ്ടെയ്ൻ ചെയ്യുന്ന സോൾട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ഗ്യാസ് ഉണ്ടാകും, സ്മെൽ ഓഫ് അമോണിയ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും നല്ല കൺഫർമേറ്ററി ടെസ്റ്റ് സീറോ ഗ്രൂപ്പിൻ്റെ അഥവാ അമോണിയം ഗ്രൂപ്പിൻ്റെ ഇതാണ്. നിങ്ങൾ സോൾട്ട് എടുക്കുക, സോൾട്ടിലേക്ക് അല്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അല്പം സോഡിയം ഹൈഡ്രോക്സൈഡിനെ സോൾട്ടിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുക. സ്മെൽ ഓഫ് അമോണിയ ഉണ്ടാകും, അതായത് പഞ്ചൻ്റെ സ്മെല്ലിംഗ് ഗ്യാസാണ് അമോണിയ. ജസ്റ്റ് വേണമെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. സ്മെൽ ഓഫ് അമോണിയ എനിക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ലാബിൽ ചെയ്ത് നോക്കുക. അപ്പം സോൾട്ടും അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പം സ്മെൽ ഓഫ് അമോണിയ തീർച്ചയായും ഉണ്ടാകും. അതാണ് ഡെഫിനറ്റായിട്ട് അമോണിയ ഗ്രൂപ്പിൻ്റെ, NH4+ ഗ്രൂപ്പിൻ്റെ കൺഫർമേഷൻ. ഓക്കെ.